ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 22,196 എന്ന ലെവലിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് ഒരു 52 പോയിന്റ് പ്ലസോടുകൂടി 22,248 എന്ന ലെവലിൽ ഓപ്പൺ ആയെങ്കിലും 252 പോയിന്റിന്റെ മൂവ്മെന്റ് തന്ന് ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഒരു 168 പോയിന്റ് മൈനസിൽ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ക്ലോസ് ആയിട്ടുള്ളത് 22,028 എന്ന ലെവലിലാണ്. അപ്പോൾ ഇത്രയധികം മൂവ്മെന്റ് തന്ന ഇന്നേ ദിവസം നമ്മളുടെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാനിനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ 22,216 എന്ന ലെവലിലായിരുന്നു നമ്മുടെ ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ. അതുപോലെ തന്നെ 22,082 എന്ന ലെവലിൽ റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്നിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ 22,203, 22,116 എന്ന ലെവലുകളിലായി ബ്ലാക്ക് ലൈനുകൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ ലെവലുകളും നമ്മുടെ ലെവലുകളെ എല്ലാം ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസങ്ങളിലെയും തന്ന അപ്പ് മൂവ്മെന്റിനെ സ്വല്പമായി കുറേശ്ശെയായി അപ്വേർഡ് പോയിക്കൊണ്ടിരുന്ന ആ 2 ദിവസത്തെ മൂവ്മെന്റുകളെയും ക്ലോസ് ചെയ്ത് കവർ ചെയ്തൊരു ബിയറിഷ് ക്യാൻഡിലാണ് ഇന്ന് ഡേ ക്യാൻഡിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുക. എന്നാൽ ഇന്ന് എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് എന്ന് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ലഭിച്ചിരുന്നത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 22,249 എന്ന ലെവൽ കൃത്യമായും അവിടെ തന്നെയാണ് പ്രൈസ് ഓപ്പൺ ആയത്. അതിനുശേഷം അവിടുന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ബ്ലാക്ക് ലൈൻ ഗ്രീൻ ലൈനുകൾക്കിടയിലായി നിന്നുകൊണ്ട് വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചു. പ്രൈസ് തിരിയുന്നത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ ഏവർക്കും വ്യക്തമാകുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു, കഴിയുന്നിടത്തോളം ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ പരിശ്രമിക്കുക എന്ന്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും കൃത്യമായ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തവർക്ക് അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തപ്പോൾ അതുവരെ നൽകിയ ഉയരം കൃത്യമായ ടാർഗറ്റായി കിട്ടി. എന്നാൽ ഇതിനു മുകളിൽ പ്രൈസിന് ക്ലോസ് ചെയ്യാൻ കഴിയാതെ വീണ്ടും ഡൗൺവേർഡ് വന്നു. ഈ ഏരിയയിൽ ഒരു അപ്പ് മൂവ്മെന്റ് പ്രതീക്ഷിച്ച് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിച്ച് വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് ഇവിടെ കൃത്യമായ ഒരു അപ്വേർഡ് ഡയറക്ഷൻ 1 മിനിറ്റ് 3 മിനിറ്റ് എന്നിങ്ങനെയുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ലഭിച്ചിട്ടില്ല. എന്നാൽ അത് ഫോം ചെയ്യുന്നതിന് മുമ്പേ എൻ്റർ ആയ ആർക്കും കൃത്യമായും ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ടാവാം. ഡേയ്സ് ലോ അത് ബ്രേക്ക് ചെയ്തു. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് അതുവരെ നൽകിയ ഉയരം ടാർഗറ്റായി രേഖപ്പെടുത്തി അത് കവർ ചെയ്താൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യണം. അപ്പോൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ നൽകിയ ഉയരമാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ട്രെൻഡ് അപ്വേർഡ് തന്നെ മൂവ് ചെയ്യും എന്ന് നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ എന്ന്. എന്നാൽ ആദ്യത്തെ എൻട്രി കൃത്യമായ ഒരു ടാർഗറ്റ് തന്ന് എക്സിറ്റ് ആവാൻ കഴിഞ്ഞവർക്ക് ചെറിയ ടാർഗറ്റുകളെ ഉണ്ടാവൂ. ഒരു 30 പോയിന്റിന്റെ ടാർഗറ്റ് ആയിരിക്കാം പരമാവധി കിട്ടിയിട്ടുണ്ടാവുക. അത് എടുത്തതിന് ശേഷം വീണ്ടും ഒരു എൻട്രിക്ക് പ്രതീക്ഷിക്കുകയോ അഥവാ വൈകിയാണെങ്കിലും അത് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുകയോ ചെയ്തവർക്ക് തീർച്ചയായും സ്റ്റോപ്പ് ലോസ് കിട്ടും. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെ ഡേയ്സ് ലോ ഹിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പ്രൈസ് അപ്വേർഡ് വന്നു. ഒരു സെല്ലിംഗ് പാറ്റേൺ വീണ്ടും ഇവിടെ ഫോം ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്തവർക്ക് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകി ഹോൾഡ് ചെയ്തവർക്ക്, ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തവർക്ക് തുടർന്ന് ഗ്രാജുവലി ഇന്നത്തെ ദിവസം മുഴുവനും ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ നിഫ്റ്റി മൂവ് ചെയ്യുന്നതാണ് കണ്ടത്. വളരെ ലോ ആയി തന്നെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് കൃത്യമായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞവർക്ക് നന്നായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. എന്തായിരുന്നാലും ഞാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റി, നിങ്ങളിൽ അധികം പേർക്കും താല്പര്യം ബാങ്ക് നിഫ്റ്റി ആണെന്നിരിക്കെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. സാമാന്യം ഭേദപ്പെട്ട ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നിഫ്റ്റി അത്ര കണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ബാങ്ക് നിഫ്റ്റിയുടെ ലൈവ് എൻ്റെ ഇന്നത്തെ ഡേയിലെ എക്സ്പെക്ടേഷൻ എന്തായിരുന്നു എന്ന് ഞാൻ കൃത്യമായും നമ്മുടെ ചാനലിൽ കൂടി ഷോർട്സ് വീഡിയോ ആയി പോസ്റ്റ് ചെയ്തിരുന്നു. അത് പലർക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത്.
ചിലർക്ക് അത് കൃത്യമായി മനസ്സിലായിട്ടുള്ളവർക്ക് കൃത്യമായി ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. എന്തായിരുന്നാലും തുടർന്നും ഞാൻ ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള പൊസിഷൻസ് സാധിക്കുമെങ്കിൽ അതിനൊരു മൂവ്മെന്റ് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് എൻ്റർ ആവാൻ കഴിയുന്ന ഒരു ടൈം ലഭിക്കുന്നതെന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് നമ്മുടെ ചാനലിലൂടെ ഷോർട്സ് വീഡിയോ ആയി പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് അപ്പോൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. പക്ഷേ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ബ്ലാക്ക് ലൈൻ കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നിന്നാണ് ആയിരിക്കും ഞാൻ ബൈ ചെയ്യാൻ അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുക. ഗ്രീൻ ലൈൻ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഞാൻ സെല്ലിംഗ് ഓപ്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബ്ലാക്ക് ലൈനിൽ താഴെ റെഡ് ലൈൻ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ബൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിലും അവിടെ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ബൈങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ വ്യക്തമായി കാണിച്ചാൽ മാത്രമാണ് ഞാൻ എൻ്റർ ആവുക. അപ്പോൾ റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കും. തിരിച്ചും അത് അങ്ങനെ തന്നെയാണ്. കൃത്യമായ ക്യാൻഡിൽ പാറ്റേണുകൾ ആ ഡയറക്ഷൻ കാണിക്കുന്ന പക്ഷം മാത്രമേ ഞാൻ എൻ്റർ ആവുകയുള്ളൂ. അതിനകത്ത് അല്പമെങ്കിലും കോൺസെൻട്രേഷൻ വ്യത്യാസം നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നാൽ തീർച്ചയായും സ്റ്റോപ്പ് ലോസ് സീറ്റ് കിട്ടാറുണ്ട്. എനിക്കും ഇടയ്ക്കൊക്കെ കിട്ടാറുമുണ്ട്. പക്ഷേ അത് ചെറിയ ഒരു ലെവലിലായിരിക്കാം കിട്ടുക. നമ്മൾ അടുത്ത ട്രേഡിൽ അതിനെ ഓവർകം ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. താല്പര്യമുള്ളവർ റിസ്ക് നിങ്ങളുടേതാണ്, നിങ്ങൾക്കും ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പ്രൈസ് നൽകിയിരിക്കുന്ന ലെവലുകൾ വെച്ച് നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡ് എന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. നാളേക്ക് വേണ്ടി 22,100 എന്ന ലെവലിലാണ് ഞാൻ ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ലോയായ 21,996 എന്ന ലെവലിലാണ് റെഡ് ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ ബ്ലാക്ക് ലൈനുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22,012, 22,082 എന്ന ലെവലുകളാണ്. ഇത് പ്രൈമറി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്ന പക്ഷം ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അതുവരെ നൽകിയ ലോ ഓർ പ്രധാനമായും ഈ ലെവൽ റെഡ് ലൈൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കരുതിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അതിനുശേഷം അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ കൃത്യമായും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്ന പക്ഷം അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. വീണ്ടും പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ നൽകിയ ഡേയ്സ് ഹൈ എന്ന ലെവൽ തന്നെയാണ്. അതിനു മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ് ട്രെൻഡ് അപ്വേർഡ് ഡയറക്ഷനിലായേക്കാം എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്ന ബ്ലൂ ലൈൻസ് 22,135, 22,208, 22,251 എന്ന ലെവൽ ഞാൻ തിക്കായ ബ്ലൂ ലൈനിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അവിടെ നല്ല റെസിസ്റ്റൻസ് കാണിച്ചതുകൊണ്ടാണ് ഇന്ന് ഇത്രയും സെല്ലിംഗ് തന്നുകൊണ്ട് ആ ഏരിയ അല്പം റെസിസ്റ്റൻസ് ഉണ്ടായേക്കാം എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുകളിൽ കടന്ന് ഒരു ദിവസം ഒരു 1 അവർ ക്യാൻഡിൽ എങ്കിലും ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്നുള്ള അപ്വേർഡ് ഡയറക്ഷനിൽ 22,278 എന്ന ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം നാളെയും ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഹൈ ഓർ പ്രധാനമായും 22,100 എന്ന ലെവൽ ഗ്രീൻ ലൈൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് റെഡ് ലൈനിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷൻ കിട്ടുന്ന പക്ഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് എന്നിങ്ങനെയുള്ള ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് വീണ്ടും നൽകുന്നതെങ്കിൽ വീണ്ടും അതേ ഡയറക്ഷനിൽ PE ഓപ്ഷൻ തന്നെ വാങ്ങി ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന തുടർന്നുള്ള ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 21,969, 21,933, 21,871 എന്നിങ്ങനെയുള്ളവ. ഇനി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ഈ ഏരിയ എല്ലാം ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സെല്ല് ചെയ്യുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ചേർക്കുന്ന ഏരിയകളെല്ലാം സപ്പോർട്ട് സോണുകളാണ്. അവിടെയെല്ലാം പ്രൈസിൽ നിന്ന് തിരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകി
അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയല്ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിൻ ബ്ലൂ ലൈൻ ഓർ ഈ ഏരിയകൾ എല്ലാം സപ്പോർട്ട് സോൺ ആണ്. അവ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് പ്രൈസ് അതുവരെ വന്നതിന്റെ തൊട്ട് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവൽ സപ്പോർട്ട് സോൺ ആയി നൽകിക്കൊണ്ട് സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ടാർഗറ്റ് തീർച്ചയായും 21,996 എന്ന റെഡ് ലൈൻ ലെവൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ്. അവിടെ നിന്നും വീണ്ടും ഡിക്ലൈൻ കിട്ടി, വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ പ്രൈസ് പിന്നീട് അതുവരെ നൽകിയ ഉയരം നൽകി വീണ്ടും ബ്ലാക്ക് ലൈനിന് മുകളിൽ പ്രൈസ് ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് അപ്വേർഡ് ഡയറക്ഷനിൽ വീണ്ടും ട്രേഡ് ചെയ്തേക്കാം എന്നൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടാവുക. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയതിനു ശേഷവും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ തുടർന്ന് താഴോട്ട് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ ഇതാണ്. 21,794 നല്ല ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായി പ്രവർത്തിച്ചേക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയ ഉയരം സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഓരോ പ്രൈസ് ഡൗൺവേർഡ് വന്ന് ഈ ലൈൻ, അതായത് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന റെഡ് ലൈൻ ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് കരുതുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാവട്ടെ. നാളെ നിഫ്റ്റിയുടെ വീക്ക്ലി ക്ലോസിംഗ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും കൈനിറച്ച ലാഭം കിട്ടട്ടെ. ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.